IMAയുടെ സമരം തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെ അടക്കം കുടുക്കാനുള്ള നാടകമെന്ന ആരോപണവുമായി ഹാജറ നജറിയുടെ ബന്ധുക്കൾ രംഗത്ത്. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം നവജാത ശിശു മരിച്ചെന്ന മാതാവ് ഹാജറ നജയുടെ പരാതിയിൽ പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ല. രാത്രിയിൽ വീട്ടിലെത്തി സ്ത്രീകളെ അടക്കം കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഡോക്ടറുടെ ഉന്നത സ്വാധീനം കാരണം സാധാരണക്കാരായ തങ്ങളുടെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും നജയുടെ ബന്ധുക്കൾ കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കാരണം നവജാത ശിശു മരിച്ചെന്ന തങ്ങളുടെ പരാതിയിൽ നീതി ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടറെ കാണാനെത്തിയതായിരുന്നു ഹാജറ നജയുടെ കുടുംബം. അവിടെ വെച്ചാണ് ഹാജറ നജയുടെ സഹോദരങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കമ്മീഷണറെയും IGയെയും ഉൾപ്പെടെ കണ്ടിട്ടും നീതി ലഭിച്ചില്ല. രാത്രിയിലടക്കമാണ് ഭീഷണിയുമായി പോലീസ് വീട്ടിലേക്ക് വരുന്നത്. പേടിയോടുകൂടിയാണ് വീട്ടിൽ കഴിയുന്നത്. പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചതിനാൽ ഹാജറ നജ മാനസികമായും ശാരീരികമായും തകർന്ന സ്ഥിതിയിലാണ്. ഡോക്ടർമാർക്ക് വേണ്ടി തങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണെന്നും ഹാജറ നജയുടെ സഹോദരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിൽ രാത്രിയൊക്കെ വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രഗ്നന്റ് ലേഡിയുള്ള വീട്ടിൽ അവർ ഇന്നലെ രാത്രി വന്ന് 11:30 കൃത്യം 11:30 വയസ്സായ ഉമ്മയും വാപ്പയുള്ള വീട്ടിലാണ് വന്നത്. പ്രതിനെ അറസ്റ്റ് ചെയ്യാനോ ഇറക്കി വിടാനോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നാ പറയുന്നത്. ഇതിലെന്താ ഇത്? നമുക്കിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഒരു ഫ്രീഡാണ്, ഇൻഡിപെൻഡൻറ്റ് കൺട്രിയിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ നമുക്ക് നീതി കിട്ടണ്ടേ? ഇത് ഡോക്ടർമാരുടെ ഭാഗം മാത്രം. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറുടെ ഉന്നതതല സ്വാധീനം കാരണമാണ് തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്. പോലീസ് എന്തിനാണ് നിരപരാധികളായ തങ്ങളെ വേട്ടയാടുന്നതെന്നും അവർ ചോദിച്ചു. തല്ല് കൊണ്ടുവരാനാണ്, തല്ല് കൊള്ളണം. പക്ഷേ ഞങ്ങൾ ഡോക്ടറല്ല തച്ചത്. ഡോക്ടർ ഹസ്ബൻഡ് എങ്ങനെ ഇതിൽ വന്ന് ആർക്കും സംശയിക്കുക. ഡോക്ടർ ഹസ്ബൻഡ് ഇതിലെങ്ങനെ വരുന്നത്? ഡോക്ടറെ രക്ഷിക്കാൻ. അനിതൻ അടിച്ചെങ്കിൽ അവർക്ക് പറയാം അനിതൻ അടിച്ചത്. അനിതനല്ലല്ലോ അടിച്ച് കിട്ടത്. മിസ്റ്റർ അശോക് എങ്ങനെ ഇതിൽ വരുന്നത്? ഞങ്ങൾ പിന്നെ ഒരു കാർഡിയോളജി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവളെ കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇയാൾ ഇതിൽ പെടുന്നത്? അയാളുടെ ഹോൾഡ്, അയാൾക്ക് ഉറപ്പാണ് അയാൾ ഇതിൽ പ്രശ്നത്തിലുണ്ടെങ്കിൽ അയാൾക്ക് രക്ഷിക്കുക അയാളെ ഭാര്യനെ. ആ ഒരു കാരണത്തിന് മാത്രമാണ് ഇങ്ങനെ ഒരു സമരം. ജനകീയ ആക്ഷൻ കമ്മിറ്റി കൺവീനർ നൌഷാദ് തെക്കയിൽ അടക്കമുള്ളവർക്ക് ഒപ്പമാണ് ഹാജറ നജയുടെ കുടുംബം ജില്ലാ കളക്ടറെ കാണാനെത്തിയത്. പരാതി സ്വീകരിച്ച കോഴിക്കോട് ജില്ലാ കളക്ടർ A. ഗീത വിഷയത്തിൽ നീതിപൂർവകമായ നടപടി കൈക്കൊള്ളുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.